മാനസികമായിട്ട് ഏറെ കരുത്ത് നേടുവാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഏറെ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് NLPയിലെ യെസ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ യെസ് തെറാപ്പിയെ നമുക്ക് ആത്മവിശ്വാസ തെറാപ്പി എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യവും നമുക്ക് തരണം ചെയ്യാൻ ഈ ഒരു കാര്യം മാത്രം മതി. അതിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആത്മവിശ്വാസം തന്ന ഒരു സന്ദർഭം മനസ്സിലേക്ക് എത്തിക്കുക. ആ സന്ദർഭത്തെ 1 മുതൽ 10 വരെ സ്റ്റെപ്പുകളായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 10 വരെയുള്ള സ്റ്റെപ്പുകളായിട്ട് അതിനെ ഭാഗിക്കുക. ഇതിൽ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് മനസ്സ് വരുമ്പോൾ ആ കാര്യം പൂർണ്ണമായി സാധിച്ചെടുക്കുന്നതായിട്ടും അതിൽ നമ്മൾ വിജയിയാകുന്നതുമായിട്ടും എല്ലാം മനസ്സുകൊണ്ട് വിഭാവന ചെയ്യുക. അന്ന് നടന്ന ആ സാഹചര്യങ്ങൾ രണ്ടാമത് ആവിഷ്കരിക്കുമ്പോൾ അതേ ഭാവം, അതേ ശബ്ദം, അതേ നിറങ്ങൾ, അതേ ആളുകൾ, അതേ രൂപങ്ങൾ ഇവയെല്ലാം മനസ്സിലേക്ക് എത്തിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ 10 സ്റ്റെപ്പും 10ാമത്തെ സ്റ്റെപ്പ് എത്തുന്നതോടുകൂടി നമ്മൾ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി പൂർണ്ണ സന്തോഷത്തോടുകൂടി അത് നേടിക്കഴിഞ്ഞതായിട്ട് വേണം കണ്ടെത്തുവാൻ. അപ്പോൾ ഈ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് നമ്മുടെ നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അതിൽ നമ്മൾ വിജയിച്ചു എന്ന് നമ്മൾ മാനസികമായി വിഷ്വലൈസ് ചെയ്തതിന് ശേഷം യെസ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് യെസ് എന്ന് പറഞ്ഞ് അത് അന്തരീക്ഷത്തിലേക്ക് ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ അത്ര ആവേശത്തോടുകൂടി യെസ് എന്ന് പറഞ്ഞുകൊണ്ട് വായുവിലേക്ക് ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് കൈകൾ വായുവിലേക്ക് എടുക്കുക. അതിനുശേഷം ആ കാര്യം പൂർണ്ണമായി നടന്നതായി മനസ്സുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇത് ഒരു ദിവസം തന്നെ ഒരു 4 തവണ തുടർച്ചയായിട്ട് 21 ദിവസത്തേക്ക് ചെയ്യുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം കൂടുതൽ വരാൻ വളരെ സഹായിക്കും. അവരുടെ തലച്ചോറിലും ബുദ്ധിയിലും അവരുടെ ഓരോ കോശങ്ങളിലും ആത്മവിശ്വാസം വന്ന് നിറയുന്നത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അത് അത്തരത്തിൽ നടപ്പിലാകുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടുമ്പോൾ തന്നെ നമ്മളിലേക്ക് ആത്മവിശ്വാസം കടന്നു വരുന്നത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരു സഭയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്തും കൈകൾ ഇങ്ങനെ ചുരുട്ടിയാൽ മാത്രം മതി നമ്മളിലേക്ക് ആത്മവിശ്വാസം ഇരച്ചെത്തുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ആത്മവിശ്വാസ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്കും ജീവിതത്തിലെ വിഷമതകളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് വിജയിയാകാം.